മറ്റൊരു കറാഹത്ത് പലരും ശ്രദ്ധിക്കാത്തതാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന അവസരത്തിൽ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന ആള് സൂറത്തോത്, ഇമാം സൂറത്തോതുന്നത് കേൾക്കുന്നുണ്ട്, അയാൾ ഓതേണ്ടതില്ല, അയാൾ ഓതിയ കറാഹത്താണ്. ചിലരൊക്കെ അങ്ങനെ കൂടെ അങ്ങനെ ഓതും. അതല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഇമാമിനെ കേൾക്കുക, അതാണ് വേണ്ടത്. രണ്ടബദ്ധം വരും. ഒന്ന് ഒപ്പം ഓതിയ കറാഹത്തും വരും, ചിലപ്പോ നമുക്ക് പൂർണ്ണമായി കിട്ടൂല, നമ്മൾ എന്തൊക്കെയോ ഉച്ചരിക്കും. അപ്പൊ നമ്മുടെ അർത്ഥമില്ലാത്ത പല കലിമത്തുകളും ഉച്ചരിച്ച് നിസ്കാരം തന്നെ ബാക്കിലായിരിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. പല ആളുകളും നമുക്കിങ്ങനെ കിട്ടുന്ന സൂറത്താണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തറാവീഹിലൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്ന ചില ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് ഉസ്താദിനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അല്പൊക്കെയാണ് ഓതുന്നത്. അപ്പൊ അങ്ങനെ കൂടെ അങ്ങനെ നമ്മളും ഓതേണ്ടതില്ല, കേൾക്കുകയാണ് എന്റെ കറാഹത്ത്. അപ്പൊ ഇത്യാദി വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനിയും വിശാലമായി ഇവിടെ പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. അദാബിന്റെ ആയത്തുകൾ ഓതുമ്പോ അദാബിൽ നിന്ന് കാവല് ചോദിക്കുക, റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോ റഹ്മത്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്ന് അലൈഹിസ്സലാഹു ബിഹഖ്മിൽ ഹാകിമീൻ എന്ന ആയത്ത് ഓതി എന്ന് പറയുക. ഇതൊക്കെ മഅ്മൂമിനും ഇമാമിനും എല്ലാവർക്കും സുന്നത്തുണ്ട്. അല്ലാഹു കൂടുതൽ പഠിക്കാനും തെറ്റുകൾ തിരുത്താനും കുറ്റമറ്റ രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ.